അജപാലകൻ ഇന്ന് മെയ് മാസം 1-ാം തീയതി ഇന്നത്തെ കുർബാനയിലെ വായന യോഹന്നാൻ്റെ സുവിശേഷം 3-ാമത്തെ അധ്യായത്തിൽ 1 മുതൽ 12 ഉൾപ്പെടെ. ഫരിസയരിൽ നിക്കോദേമോസ് എന്നു പേരായ ഒരു യഹൂദ പ്രമാണിയുണ്ടായിരുന്നു. അവൻ രാത്രി യേശുവിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, റബ്ബി, അങ്ങ് ദൈവത്തിൽ നിന്ന് വന്ന ഒരു ഗുരുവാണെന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം കൂടെ ഇല്ലെങ്കിൽ ഒരുവനും നീ ചെയ്യുന്ന ഈ അടയാളങ്ങൾ പ്രവർത്തിക്കാൻ കഴിയില്ല. യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യം കാണാൻ കഴിയില്ല. നിക്കോദേമോസ് ചോദിച്ചു, പ്രായമായ മനുഷ്യന് ഇതെങ്ങനെ സാധിക്കും? അമ്മയുടെ ഉദരത്തിൽ വീണ്ടും പ്രവേശിച്ച് അവന് ജനിക്കാൻ കഴിയുമോ? യേശു പ്രതിവചിച്ചു, സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധ്യമല്ല. മാംസത്തിൽ നിന്ന് ജനിക്കുന്ന മാംസമാണ്, ആത്മാവിൽ നിന്ന് ജനിക്കുന്ന ആത്മാവും. നിങ്ങൾ വീണ്ടും ജനിക്കണം എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് നീ വിസ്മയിക്കേണ്ട. കാറ്റ് അതിനിഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു, അതിൻ്റെ ശബ്ദം നീ കേൾക്കുന്നു, എന്നാൽ അത് എവിടെ നിന്ന് വരുന്നെന്നോ എവിടേക്ക് പോകുന്നെന്നോ നീ അറിയുന്നില്ല. ഇതുപോലെയാണ് ആത്മാവിൽ നിന്ന് ജനിക്കുന്ന ഏവനും. ഇതെല്ലാം എങ്ങനെ സംഭവിക്കും എന്ന് നിക്കോദേമോസ് ചോദിച്ചു. യേശു പറഞ്ഞു, നീ ഇസ്രായേലിലെ രാജാവല്ലേ, എന്നിട്ട് ഇക്കാര്യമൊന്നും മനസ്സിലാകുന്നില്ലേ? സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ഞങ്ങൾ അറിയുന്നവയെ പറ്റി സംസാരിക്കുന്നു, കണ്ടവയെ പറ്റി സാക്ഷ്യപ്പെടുത്തുന്നു, എന്നിട്ടും ഞങ്ങളുടെ സാക്ഷ്യം നിങ്ങൾ സ്വീകരിക്കുന്നില്ല. ഭൗമിക കാര്യങ്ങളെപ്പറ്റി ഞാൻ പറഞ്ഞത് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ സ്വർഗീയ കാര്യങ്ങൾ പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും? സ്വർഗത്തിൽ നിറങ്ങിയ മനുഷ്യപുത്രനല്ലാതെ മറ്റാരും ഇതുവരെ സ്വർഗത്തിലേക്ക് കയറിയിട്ടില്ല. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. സ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ സുവിശേഷ സന്ദേശം ജലത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കണമെന്നാണ്. ഒരിടത്ത് ഒരു അപ്പൂപ്പനുണ്ടായിരുന്നു. പറമ്പിലൂടെ നടക്കുമ്പോൾ അപ്പൂപ്പന് പാമ്പ് കടിച്ചു. കടിച്ച പാമ്പ് കൊടും വിഷമുള്ളതായാൽ അപ്പൂപ്പൻ്റെ ബോധം തന്നെയാണ് പോയി. ആശുപത്രിയിലെത്തിയ ഡോക്ടർമാർ അപ്പൂപ്പൻ്റെ രക്തം മുഴുവൻ വാർന്ന് കളഞ്ഞ് പുതിയ രക്തം കയറ്റി അപ്പൂപ്പനെ രക്ഷിച്ചു. മനുഷ്യവംശത്തിൻ്റെ ആദ്യ പിതാവായ ആദമാണ് ഈ അപ്പൂപ്പൻ. പർദീസ തോട്ടത്തിൽ ഉലാത്തുമ്പോഴാണ് സർപ്പദർശനമുണ്ടായത്. സർപ്പത്തിൻ്റെ ചതിയിൽ ആദത്തിൻ്റെ ദൈവബന്ധം വിച്ഛേദിക്കപ്പെട്ടു. നന്മയും തിന്മയും തിരിച്ചറിയുവാനുള്ള കഴിവ് നഷ്ടപ്പെട്ടു. യേശുവിൻ്റെ രക്തം പിശാചിൻ്റെ വിഷരക്തത്തിന് പകരം നൽകിക്കൊണ്ടാണ് ആദത്തെയും ആദത്തിൻ്റെ സന്താന പരമ്പരകളെയും യേശു രക്ഷിച്ചത്. ഈ രക്തം കയറ്റുന്ന പ്രക്രിയയാണ് മാമോദിസ എന്ന് പറയുന്നത്. ജഡത്തിൽ നിന്ന് ജനിക്കുന്നവനെ ആത്മാവിൽ ജനിക്കുന്നവനാക്കുന്നതാണ് മാമോദിസ. കാറ്റ് എവിടെ നിന്ന് വരുന്നുവെന്ന് തിരിച്ചറിയാത്തതുപോലെയാണ് വിശ്വാസത്തിൻ്റെ പ്രവർത്തനം. അനേകർ യേശുവിനെ കാണും, അനേകർ കേൾക്കും, എന്നാൽ യേശുവിനെ തിരിച്ചറിയില്ല. യേശുവിനെ തിരിച്ചറിയുന്നവർ യേശു വിശ്വസിക്കുന്നവർ മാമോദിസ സ്വീകരിക്കും. മാമോദിസ സ്വീകരിക്കുന്നവർ പുതിയ മനുഷ്യനാണ്. യേശു കുരിശിൽ ചിന്തിയ രക്തം, ആ രക്തം കയറ്റി രക്ഷപ്പെട്ട അപ്പൂപ്പനെപ്പോലെ രക്ഷപ്പെടുത്തുന്നു. നിത്യജീവന് അവൻ നമ്മെ അവകാശിയാക്കുന്നു. ജലത്താലും ആത്മാവിനാലുമുള്ള പുതുജന്മമാണ് മാമോദിസ. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ് യേശു ആരാണെന്നുള്ള തിരിച്ചറിവ്. വിശ്വാസത്തിൻ്റെ പൂർണ്ണതയാണ് ജലം കൊണ്ടുള്ള മാമോദിസ. ശൈശവത്തിലുള്ള മാമോദിസ മാതാപിതാക്കന്മാരുടെ വിശ്വാസത്തിൽ പങ്കുചേരലാണെങ്കിൽ, സ്ഥൈര്യലേപനത്തിൽ മാതാപിതാക്കന്മാരുടെ പങ്കുചേർന്ന വിശ്വാസം പൂർണ്ണ പ്രാപിക്കാൻ ചെയ്യുന്നു. നിന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നത് നിൻ്റെ വാക്ക് മൂലമല്ല, കാരണം ഞങ്ങൾ തന്നെ നേരിട്ട് ശ്രവിക്കുകയും ഇവനാണ് യഥാർത്ഥ ലോകരക്ഷകനാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തിരിക്കുന്നു.
എന്ന് ശമറായ സ്ത്രീകൾ പറഞ്ഞതുപോലെയാണ്. മാതാപിതാക്കളുടെ വിശ്വാസം പങ്കുചേർന്ന് ശിശുക്കൾ വളർന്ന് ഞങ്ങൾക്കിത് ബോധ്യമായെന്ന് സ്റ്റൈൽ ലേവനത്തോടെ പ്രഖ്യാപിക്കുന്നുണ്ട്.